നമസ്കാരം. തിരുവല്ല സ്പാ കൂട്ടബലാത്സംഗ കേസിൽ സർവത്ര ദുരൂഹതകളെന്ന് തെളിയുന്നു. അതിജീവിതയായ യുവതി നേരിട്ട ക്രൂരമായ പീഡനത്തിന് പിന്നിൽ സ്പാ ഉടമകൾ തമ്മിലുള്ള കുടിപ്പകയും കൊട്ടേഷനുമാണെന്ന സംശയങ്ങൾ ബലപ്പെടുകയാണ്. സംഭവ സമയത്ത് സ്പായിലുണ്ടായിരുന്ന സഹപ്രവർത്തക പീഡനത്തിന് ഒത്താശ ചെയ്തു കൊടുത്തുവെന്ന അതിജീവിതയുടെ മൊഴി കേസിൽ വഴിത്തിരിവായിട്ടുണ്ട്. സാധാരണ ഞായറാഴ്ചകളിൽ ഡ്യൂട്ടിക്ക് വരാത്ത ഈ സഹപ്രവർത്തക അന്ന് കൃത്യമായി എത്തിയതും ഗുണ്ടകൾ ക്രൂരത നടത്തുമ്പോൾ അതിന് കൂട്ടുനിന്നതും ഗൂഢാലോചനയുടെ തെളിവായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. ഈ കേസിൽ ഏറ്റവും ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ കൊട്ടേഷൻ നൽകിയെന്ന് സംശയിക്കുന്ന വ്യക്തിയെക്കുറിച്ചുള്ളതാണ്. തിരുവല്ലയിലെ പോലീസുകാരുടെ നേരിട്ടുള്ള സംരക്ഷണത്തിലും നേതൃത്വത്തിലും പ്രവർത്തിക്കുന്ന മറ്റൊരു സ്പായുടെ ഉടമയാണ് ഈ ഗുണ്ടാ ആക്രമണത്തിന് പിന്നിലെന്നും സ്പാ ഉടമ ഡോക്ടർ സഞ്ജയ് ആരോപിക്കുന്നുണ്ട്. ഗുണ്ടാപ്പിരിവ് നൽകാത്തതിനാണ് പീഡനം നടന്നതെന്ന പോലീസ് കഥ ബിസിനസ് തകർക്കാൻ എതിരാളികൾ കെട്ടിച്ചമച്ചതാണെന്നും ഇതിന് പിന്നിൽ പോലീസ് ഗുണ്ട അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടെന്നും അദ്ദേഹം വെളിപ്പെടുത്തി. സ്പാകളിൽ നിന്നും മാസപ്പടി വാങ്ങുന്ന പോലീസുകാരുടെ ഒത്താശയോടെയാണ് എതിർ സ്പാ ഉടമ ഇത്തരമൊരു ക്രൂരമായ കൊട്ടേഷൻ നടപ്പിലാക്കിയതെന്നാണ് ഉയരുന്ന പ്രധാന ആക്ഷേപം. ഇതിനൊപ്പം ഇരയുടെ ആൺ സുഹൃത്തും സംശയനിഴലിലാണ്. പോലീസുകാരെ കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നതോടെ അന്വേഷണം സേനയ്ക്കുള്ളിലേക്കും നീങ്ങുന്നുണ്ട്. സ്പാ കേന്ദ്രീകരിച്ച് പോലീസുകാർ പണപ്പിരിവ് നടത്തുന്നുണ്ടെന്നും ചില ഉദ്യോഗസ്ഥർ സ്പാകളിലെ നിത്യസന്ദർശകരാണെന്നും ജില്ലാ പോലീസ് മേധാവി ആർ ആനന്ദ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതിനകം തന്നെ ഒരു പോലീസുകാരനെതിരെ നടപടിയും എടുത്തിട്ടുണ്ട്. കുപ്രസിദ്ധ ഗുണ്ട മരണസുബിനടക്കമുള്ളവർ അതിജീവിതയെ കഴുത്തിൽ കത്തിവെച്ച് ഭീഷണിപ്പെടുത്തിയും നഗ്നചിത്രങ്ങൾ പകർത്തിയും നടത്തിയ ക്രൂരതകളിൽ സഹപ്രവർത്തകരുടെ പങ്കിനെക്കുറിച്ച് പ്രത്യേക സംഘം അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ സ്പാ ഉടമയായ ഗൂഢാലോചകനിലേക്കും പോലീസുകാരായ ഗുണഭോക്താക്കളിലേക്കും അന്വേഷണം നീളുന്നതോടെ കൂടുതൽ വമ്പൻ സ്രാവുകൾ കുടുങ്ങാനാണ് സാധ്യത. നേരിട്ടത് ക്രൂരപീഡനമെന്ന് തിരുവല്ല സ്പാ ബലാത്സംഗ കേസിലെ അതിജീവിത പറയുന്ന ഓഡിയോ ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട്. 50,000 രൂപ വേണമെന്ന് വന്നവർ ആവശ്യപ്പെട്ടു. ക്രൂരമായി പീഡിപ്പിക്കുകയും മർദ്ദിക്കുകയും ചെയ്തു. ഫോണിൽ നഗ്നചിത്രങ്ങൾ പകർത്തിയെന്നും യുവതിയുടെ മൊഴിയിൽ പറയുന്നു. അവർ നന്നായി ഉപദ്രവിച്ച് മുടിയിലും കയ്യിലും പിടിച്ചു വലിച്ചു. ഭയങ്കര ഉപദ്രവമായിരുന്നു. നീ ഇങ്ങ് വന്നേ, നീ കൊള്ളാമല്ലോ എന്ന് പറഞ്ഞ് റൂമിലേക്ക് കൊണ്ടുപോയി. ഉപദ്രവിക്കല്ലേ, പെങ്ങളായി കണ്ടുകൂടെ എന്ന് പറഞ്ഞപ്പോൾ മുഖത്തിനിട്ട് അടിച്ചു. എൻ്റെ പെങ്ങൾ എന്നാടി വേശ്യാലയത്തിലാണോ നിൽക്കുന്നതെന്ന് പറഞ്ഞ് തെറി വിളിച്ചു. ഡ്രസ്സെല്ലാം അഴിക്കാൻ ആവശ്യപ്പെട്ടു. അഴിക്കില്ലെന്ന് പറഞ്ഞ് ഞാൻ അലറിക്കരഞ്ഞപ്പോൾ കത്തിയെടുത്ത് തൊണ്ടക്കുഴിയിൽ കുത്തി. ബലാത്സംഗത്തിനിടെ ക്രൂരമായി ഉപദ്രവിച്ചു. അതിനിടെ ഫോണിൽ സെൽഫി എടുത്തു. നീ നിന്റെ സാറിനെ കൊണ്ട് 3 ലക്ഷം രൂപ തന്നില്ലെങ്കിൽ ചിത്രം പുറത്തുവിടുമെന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. ഗുണ്ടാപ്പിരിവാണെങ്കിൽ ആദ്യം തന്നെ നമ്മൾ സംസാരിക്കും. വന്നപ്പോൾ തന്നെ കൊട്ടേഷനാണെന്നാണ് പറഞ്ഞത്. പിന്നെ വാതിലടച്ചു. 1ാം നിലയിൽ വെച്ചാണ് സംഭവം നടന്നത്. മെയിൻ സ്വിച്ചും ഓഫ് ചെയ്തു. വീഡിയോ പകർത്തുകയും ചെയ്തിട്ടുണ്ട്. പോലീസിന്റെ ഭാഗത്തു നിന്നും നിലവിൽ നല്ല സപ്പോർട്ടാണ് ലഭിക്കുന്നത്. അതുകൊണ്ടാണ് പ്രതികളെ വേഗത്തിൽ പിടിച്ചതെന്നും സ്പാ ഉടമ പറയുന്നുണ്ട്. പോലീസ് ഗുണ്ട അവിശുദ്ധ കൂട്ടുകെട്ട് ഇതിന് പിന്നിലുണ്ടെന്ന് ഉടമ പറയുന്നുണ്ട്. പോലീസ് തന്റെ മൊഴിയെടുത്തിട്ടില്ലെന്നും പ്രത്യേക പരാതി നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതിനിടെ കേസിൽ പോലീസ് ആഭ്യന്തര അന്വേഷണം ആരംഭിച്ചെന്നാണ് പുറത്തുവരുന്ന വിവരം. പോലീസ് ഗുണ്ട അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടെന്ന സംശയത്തെ തുടർന്ന് ഉന്നത നിർദ്ദേശപ്രകാരമാണ് അന്വേഷണം.